ഞാൻ ഇത് ഷാനവാസിന്റെ ഫാമിലി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് അപ്പനെ പോലും ഒരിക്കലും ആവരുത്. കാരണം നുബിൻ എന്ന് പറയുന്നത് സീരിയൽ താരമാണ്. നമ്മുടെ ബിന്നി, ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥിയാണ്. ബിന്നി ഫബാസ്റ്റിൻ്റെ ഭർത്താവും കൂടിയാണ് നമ്മുടെ നൂബിനെ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വെച്ച് ലൈവ് കണ്ടവർക്കും ഒക്കെ അറിയാം. നമ്മുടെ ബിന്നി ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിലെ ക്യാപ്റ്റനാണ്. ഷാനവാസും തമ്മിൽ ജയിലിൽ വെച്ചേറ്റുമുണ്ട്. ബാത്റൂമിൽ പോകണം, ജയിൽ തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ബെന്നി തന്നെ പറഞ്ഞതിനെല്ലാം സോറി ചോദിക്കാതെ തുറന്നു കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ പേര് കശുവശയായി. അവസാനം ബെന്നി തുടങ്ങി വെച്ചൊരു കാര്യം, ഇതൊക്കെ നീ പോയി നിൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അവസാനം നൂബി അത് നിൻ്റെ പെൺകോന്തനായ ഭർത്താവിനോട് പറഞ്ഞാൽ മതി എന്നത്. ഈ പെൺകോന്തൻ ഒരു വലിയൊരു വിഷയമാണ്. നൂബിനെ സംബന്ധിച്ച് പലരും അഭിപ്രായം ചോദിച്ചു. ഈ പെൺകോന്തൻ എന്ന് ബിഗ് ബോസിൽ പലപ്പോഴും പെൺകോന്തൻ വീട്ടിലിരിക്കുന്നവരെയൊക്കെ പറയാറുണ്ട്. അത് സത്യം പറഞ്ഞാൽ മോശം പ്രവണതയാണ്. കാരണം വീട്ടിലുള്ള അച്ഛനെ, അമ്മയെ, ഭാര്യയെ, അതുപോലെ ഭർത്താവിനെ എന്ന് വേണ്ട എല്ലാവരും എടുത്തിട്ട് അങ്ങ് അലക്കും. ഞാനെപ്പോഴും ഗെയിം മുട്ടി നിൽക്കുമ്പോഴേ, ഗെയിം കളിക്കാനില്ലാതെ കണ്ടന്റ് ഇല്ലാതെ വരുമ്പോഴാണ് ഈ വീട്ടുകാരെ തോക്കാൻ നേരത്താണ് പലപ്പോഴും ചീത്ത വർത്തമാനങ്ങളും വീട്ടുകാരെയൊക്കെ സ്ഥിരമായിട്ട് പ്രയോഗിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഏതായാലും ബെന്നി ഷാനവാസിൻ്റെ അടുത്ത് പിടിച്ച് നിൽക്കാൻ വേണ്ടി പറഞ്ഞു, അതൊക്കെ നിൻ്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി, ചെയ്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അത് നിൻ്റെ അവിടെ ചെന്ന് പെൺകോന്തനായ ഭർത്താവിനോട് പറഞ്ഞാൽ മതി, വടി കൊടുത്ത് അടി മേടിച്ചു എന്ന് പറഞ്ഞാൽ മതി. ഏതായാലും നൂബിൻ അവനെപ്പറ്റി പറയുന്നുണ്ട്. പെൺകോന്തൻ എന്ന് സ്ഥിരമായിട്ട് അദ്ദേഹം ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ കേൾക്കുന്നതാണ്. അപ്പം ബിഗ് ബോസിൽ ചെന്ന് കഴിഞ്ഞപ്പം ഇത് സ്ഥിരമായി. അത് ഷാനവാസ് തൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് പോയി ഇങ്ങനെ പറഞ്ഞതാണോ എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുള്ളി ലൈവ് വന്നിരിക്കുന്നത്. ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ബെന്നിയെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതൊന്ന് കേൾക്കാം. 2 ദിവസം മുമ്പ് ഷാനവാസ് പെൺകോന്തെന്ന് ഇങ്ങനെ ഒരു 50 തവണയല്ല അതിൽ കൂടുതൽ വിളിച്ചു. അപ്പം എല്ലാവരും പറയും ബിന്നി അവളുടെ വീട്ടിലുള്ള ആൾക്കാരെ പറ്റി പറഞ്ഞിട്ടല്ലേന്ന്. ബിന്നി എന്താണ് പറഞ്ഞത്? ബിന്നി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാനവാസെ നീ നിൻ്റെ വീട്ടിൽ ഉള്ള ആൾക്കാരോട് പറയുന്ന പോലെ ഞങ്ങളോട് പറയരുത്. അതിലെന്താണ് കുറ്റം? ഈ ഉള്ള ആൾക്കാർ മുഴുവൻ അവൻ്റെ പെങ്ങന്മാരോ അങ്ങനെയുള്ള ആൾക്കാരും ഇല്ലല്ലോ. അവൻ്റെ വീട്ടിൽ കാണിക്കുന്ന പോലെ ഇവരുടെ അടുത്ത് പറയരുതെന്നാ പറഞ്ഞുള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ബെന്നി ഒന്നും പറയാതെ പറഞ്ഞു എന്താണ്. പക്ഷെ ബെന്നി പറഞ്ഞത് കൃത്യമായിട്ട് നമുക്കറിയാവുന്നതാണ്, നമ്മൾ ലൈവ് കണ്ടതാണ്. അതുപോലെ തന്നെ അതിനകത്ത് താഴെ വന്നേക്കുന്ന പല മത്സരാർത്ഥികളും ആ വിഷയത്തിൽ നമ്മൾ ഷാനവാസ് ചെയ്തതെല്ലാം ന്യായീകരിക്കുന്നില്ല. ആ വിഷയത്തിൽ ഈ ഫോറ് പറയാതെ ബാത്റൂമിൽ പോകാൻ വേണ്ടി ഒരാൾ പ്രാഥമിക ആവശ്യം, ബെന്നിയുടെ സ്റ്റാൻഡ് വിജയിച്ചോ, ഞാൻ ക്യാപ്റ്റനാണ് എന്നൊരു തോന്നൽ ബെന്നിയിലുണ്ടായി എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ബെന്നി ഞാനെന്തോ ക്യാപ്റ്റനാണ് എന്നൊരു തോന്നൽ ബെന്നിയിൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ബെന്നി പെരുമാറിയതാണ് ഏതെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു വളരെ തമാശയിലാണ് ആദ്യമേ തുടങ്ങിയത്, പിന്നെ അത് സീരിയസായി മാറി. അപ്പം സോറി പറയാതെ തുറന്നു കൊടുക്കില്ല എന്ന് പറഞ്ഞു. അത് ഷാനവാസ് പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ ഷാനവാസ് മാത്രമല്ല കിടക്കുന്നത്, ഒരക്ഷരമില്ലാതെ ഈ അനീഷ് കിടപ്പുണ്ട്. അപ്പം ശിക്ഷിക്കുകയാണെങ്കിൽ രണ്ടുപേരെയും കൂടെ ഒരുപോലെ ശിക്ഷിക്കുക എവിടുത്തെ നിയമമാണ്? കുറ്റം ചെയ്തവനല്ലേ ശിക്ഷിക്കേണ്ടത്. അനീഷിനെ തുറന്നു വിടാൻ പറ്റത്തില്ല, ഷാനവാസിനെ തുറന്നു വിടാൻ പറ്റത്തില്ല. ഒരു കാരണം ലോജിക്കില്ലാത്ത ഒരു കാര്യമാണ് ബെന്നി തുടങ്ങി വെച്ചത്. അത് ബെന്നി പരാജയപ്പെടുകയും ചെയ്തു. കാരണം ബിഗ് ബോസ് പറഞ്ഞു ഇതുപോലെ പ്രാഥമിക ആവശ്യത്തിന് ഇതുമായിട്ട് ഗെയിമുമായിട്ട് കൂട്ടിക്കൊഴിക്കേണ്ട കാര്യമേ ഇല്ല എന്ന് പറഞ്ഞു. അവസാനം ബെന്നി തോറ്റുപോയി. അത് തന്നെയാണ് സംഭവിച്ചത്. അതിനുശേഷം ഷാനവാസ് അവിടെ കാട്ടിക്കൂടിയ വിക്രികളൊന്നും നമുക്ക് യാതൊരുവിധ താല്പര്യമില്ല. സത്യം പറഞ്ഞാൽ ബെന്നി ചോദിച്ചു വാങ്ങിയ അടി തന്നെ പറയാം. ആദ്യമേ തുടങ്ങി വെച്ചത് നമ്മുടെ ബെന്നി തന്നെയാണ്. നീ നിൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതിന് തിരിച്ച് പാവം നൂബിന് കിട്ടി എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിനുശേഷം നൂബിൻ കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്, അതും കൂടെ കേൾക്കാം. അവൻ്റെ കൾച്ചർ കാണിച്ചു, അത്രേ ഉള്ളൂ. അവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഈ അവിടെയുള്ള പെമ്പിള്ളാരോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന്. അവൻ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് അവൻ്റെ മാന്യമായുള്ള അവൻ്റെ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും.
ഷാനവാസ് എങ്ങനെയാണ് പെൺപിള്ളേരോട് പെരുമാറുന്നത്. അപ്പോൾ അവൻ്റെ കൾച്ചർ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന പറ്റും. എനിക്ക് എന്താണല്ലോ അവൻ്റെ അത്രയും തറയായിട്ട് പോയി ഇത് കാണിക്കാൻ അറിയില്ല. ഇത് പറയുന്നത് എനിക്ക് വളരെ ന്യായീകരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം സ്ത്രീകളോട് ഷാനവാസ് എങ്ങനെയാണ് അകത്ത് പെരുമാറുന്നതെന്ന് കണ്ടാൽ അറിയാം. അവിടെ സ്ത്രീയോ പുരുഷനോ വ്യത്യാസമില്ല, എല്ലാം മത്സരാർത്ഥികളാണ്. ആരോട് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണനയൊന്നും ബിഗ് ബോസ് എന്ന് പറയുന്ന വേദി കൊടുക്കാറില്ല എന്ന് തന്നെയാണ് എൻ്റെ തോന്നുന്നത്. എല്ലാവരും മത്സരാർത്ഥികളാണ്. സ്ത്രീകൾക്ക് ഇന്ന പരിഗണന കൊടുത്തേക്കാം. ഇപ്പം ഒരാൾ ഈ ഗെയിം ഷോയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കുന്നത് തിരിച്ചു കിട്ടും. അത് ഏതറ്റം വരെ പോകാനും വിജയിക്കാൻ വേണ്ടിയാണ് ഇവർ കളിക്കുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആകുന്നുണ്ട്. നമ്മുടെ ലക്ഷ്മി തന്നെ പറഞ്ഞില്ലേ, ആദിലയും നോറയും വീട്ടിൽ പോലും കയറ്റത്തില്ല എന്ന് പറഞ്ഞു. അതൊരു ഗെയിമിൻ്റെ ഭാഗമാണ്. അപ്പം ഏത് തരത്തിൽ വേണമെങ്കിലും പ്രയോഗിക്കാം. എനിക്ക് തോന്നുന്നു ഷാനവാസ് മാത്രമല്ല, സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. അത് നോബിൻ പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ബാക്കിയും കൂടെ ഒന്ന് കേട്ടു നോക്ക്. ഷാനവാസെ, നീ വിളിച്ച പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താണെങ്കിലും നീ ഇങ്ങനെ തന്നെ വേണം. കാരണം നീ നിൻ്റെ വീട്ടുകാരെയും അപ്പനെയും അമ്മയും, അപ്പനോട് കാണിക്കില്ലായിരിക്കും, അമ്മേനെയും പെങ്ങന്മാരെയും അപ്പം ഒക്കെ നീ ഇങ്ങനെയായിരിക്കും വിചാരിക്കുന്നത്. ഞാൻ ഇത് ഷാനവാസിൻ്റെ ഫാമിലി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് അപ്പനെ പോലും ഒരിക്കലും ആവരുത്. കാരണം ഈ പെമ്പിള്ളേർക്ക് കൊടുക്കേണ്ട മര്യാദ അത് എന്താണെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. മനസ്സിലായി? അപ്പൻ കാണിക്കുന്ന പോലത്തെ രീതിക്ക് പോകരുത്. ഇത് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും മര്യാദ കൊടുക്കണം. അപ്പന് കൾച്ചർ ഇല്ലെന്ന് ഓർത്തുകൊണ്ട് മക്കൾ ഒരിക്കലും ആ വഴിക്ക് പോകരുത്. അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇത് പെൺകോന്തൻ എന്ന് വിളിച്ചതിലാണ്, ബിഗ് ബോസിനകത്ത് പെൺകോന്തൻ എന്ന് വിളിച്ചതിലാണ് തുടങ്ങുന്നത്. പക്ഷേ ഇപ്പം ഷാനവാസിൻ്റെ മക്കളെയും വീട്ടുകാരെ എല്ലാം നോബി പറഞ്ഞതിന് തുല്യമായി. അപ്പം ആണ് ശരി എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും പറയുന്ന ഒരു തെറ്റ് ന്യായീകരിക്കാൻ വേണ്ടി മറ്റൊരു തെറ്റിലേക്ക് പോകുന്നതാണ് പറയുന്നത്. കാരണം അവരുടെ വീട്ടിലുള്ളവരോട് ഉപദേശിക്കുകയാണ്, ഷാനവാസിനെ കണ്ടും വളരരുത് മക്കൾ പോലും. ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും ഒരു ഗെയിം ഷോയാണ്. പ്രത്യേകിച്ച് ഒരു ഗെയിം ഷോയെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതൊരു ഷോയാണ്. അത് കഴിയുമ്പം അവിടെ വെച്ച് തീരും. ഈ 100 ദിവസം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു അവിടുന്ന് മത്സരാർത്ഥികളെല്ലാം നാളെ ബിന്നിയും അതുപോലെ ഷാനവാസും ഒക്കെ നല്ല സൗഹൃദത്തിലായിരിക്കും വരുന്നത്. ഗെയിമിൻ്റെ ഭാഗമായിട്ട് ജയിക്കാൻ വേണ്ടി ഏത് അറ്റം വരെയും പോവുകയും ചെയ്യും, അല്ലേ? അത് ഗെയിം കഴിയുമ്പം ഗെയിം കയറുന്നു. ഇത് പുറത്ത് കിടന്ന് ഏറ്റുമുട്ടിയിട്ടൊന്നും കാര്യമില്ല. ഈ നൂബി തന്നെ പറയുന്നു, ഞാൻ പെൺകോന്തൻ. എന്തിനത് പറയുന്നു? പെൺകോന്തൻ എന്നെങ്കിൽ പെൺകോന്തൻ, പെൺകോന്തൻ അല്ലെങ്കിൽ പെൺകോന്തൻ അല്ല. ഇത് അകത്ത് തന്നെ ബെന്നിയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ബെന്നി ചെയ്യുന്ന തെറ്റിന് നൂബി അനുഭവിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അവർ തമ്മിൽ തീർക്കട്ടെ. അതുപോലെ പുറത്തുള്ള ഇപ്പോൾ ഇതിന് നൂബിക്ക് മറുപടിയായിട്ട് ഷാനവാസിൻ്റെ മക്കളും ഒക്കെ വരുവാണെങ്കിൽ എന്താണ്, ഇവിടെ ഫൈറ്റ് തുടങ്ങും, അല്ലേ? അതൊക്കെയാണ് സ്ഥിരമായിട്ട് നടക്കുന്നത്. അതൊക്കെ ഒഴിവാക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന വേദി അതൊരു ഗെയിം ഷോ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. ഇതൊക്കെ തന്നെ ഉള്ളൂ. അതുപോലെ ഈ ഷാനവാസ് അവിടുത്തെ പെൺകുട്ടികളോട് പെരുമാറുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയാമെന്നൊക്കെ നൂബി പറയുന്നത് കേട്ടു. എനിക്ക് തോന്നുന്നു അവിടെ ഏറ്റവും കൂടുതൽ സൗഹൃദമുള്ള ഒരു വ്യക്തി അനീഷ് ഒഴിച്ചു കഴിഞ്ഞ് ആദിലയും നോറ, അനീഷിനേക്കാൾ കൂടുതൽ സൗഹൃദമുള്ള ആദിലയും നോറയും അനിമോളും ഇവരൊക്കെ തന്നെയാണ്. നാളെ ഒരു പക്ഷേ ബിന്നിയായിട്ട് ഏറ്റവും കൂടുതൽ സൗഹൃദം വരാം, അല്ലേ? അതൊക്കെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഓരോ ദിവസത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഷാനവാസ് അവിടുത്തെ സ്ത്രീകളോടെല്ലാം പെരുമാറുന്ന മോശമാണ്. അതാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. ഇവിടെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല ഒരു ഗെയിം ഷോയ്ക്ക് പോയി കഴിഞ്ഞാൽ. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക ഒരു ബിഗ് ബോസ് വേണമായിരുന്നല്ലോ, പുരുഷന്മാർക്ക് വേണ്ടി ബിഗ് ബോസ് വേണമായിരുന്നല്ലോ. അതൊന്നും ഇല്ല. എല്ലാവരും ഒന്നിച്ച് കിടക്കുന്നു, എല്ലാവരും ഒരുപോലെ ഗെയിം കളിക്കുന്നു. അതൊക്കെ തന്നെയാണ് അവിടെ സംഭവിക്കട്ടെ. ഈ പുറത്തുള്ള മത്സരാർത്ഥികളുടെ വീട്ടുകാരൊക്കെ തമ്മിൽ ഏറ്റുമുട്ടായിരിക്കുക, ഇത് ഗെയിം ഷോ ആയിട്ട് കാണുക എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാനെത്തും വരെ ഓക്കെ, ബൈ.